ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സാം സ്ട്രാക്ക്. ഞാൻ നിങ്ങളുടെ കൂട്ടുകാരൻ സാം. എവിടെയാന്ന് വെച്ചാൽ തൃശ്ശൂരുള്ള കേച്ചേരി ഭാഗത്തുള്ള പാറന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ ബാക്കിൽ കണ്ട നെൽപ്പാടം. പക്ഷെ എന്നാൽ നമ്മൾ നെൽപ്പാടവും കാര്യങ്ങളും കാണാൻ വേണ്ടി വന്നതല്ല, അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രീഹരി നമുക്ക് പറഞ്ഞു തരും. ശ്രീഹരി പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് ഈ സ്ഥലത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ശ്രീഹരിയാണ് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് പറഞ്ഞു തരാം കേട്ടോ. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ഭാഗത്ത് പാറന്നൂരിലെ ഒരു നല്ല അടിപൊളി ചിറയിലാണ്. ചിറന്ന് വെറും ചിറയല്ല, ആൾക്കാർക്ക് പറ്റിയുള്ള ഒരു നല്ല അടിപൊളി ടൂറിസ്റ്റ് പ്ലേസാണ്. അതായത് വൈകിട്ട് 4 മണി 5 മണി സമയത്തൊക്കെ വന്നിരിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു അല്ല ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറയാൻ കാരണമുണ്ട്. കാരണം ടൂറിസ്റ്റ് കേന്ദ്രം ആക്കിയത് അതുകൊണ്ടാണ് പറയുന്നത്. അതെ, ഓക്കെ. അല്ലെങ്കിൽ മറ്റേതൊക്കെ പറയാൻ വെച്ചാൽ ആൾക്കാർ 4 മണിക്ക് വെറുതെ വന്നിരുന്ന് കാണാൻ പറ്റിയ വെള്ളത്തിന്റെ സ്ഥലം എന്നൊക്കെ പറയാം. ഇതല്ല സെറ്റപ്പ്. ശരിക്കും ടൂറിസ്റ്റ് കേന്ദ്രം ആക്കി കുറച്ചു കൊല്ലം മുന്നെയാണ് CM ബാലകൃഷ്ണൻ. പിന്നെതാ ഇങ്ങനെ ഇറങ്ങാനൊന്നും പാടില്ല എന്ന് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളതാ. അത് വന്മാരിറങ്ങണല്ലേ, അത് ഇവിടുത്തെ ആൾക്കാരാണ് തോന്നുന്നത്. അതെ, ആരായാലും അല്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അപകടങ്ങൾ കൂടാൻ കാരണം. ഇങ്ങനെയുള്ള കാരണങ്ങൾ ഇത് ഇങ്ങനെ ആക്കിയ ശേഷം ഒരു 5 കൊല്ലം മുന്നേക്ക് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എന്ന് പറയുകയാണെങ്കിൽ ഇതുപോലെ ഇറങ്ങാൻ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അപകടങ്ങളൊക്കെ വന്നപ്പോ പിന്നെ അത് ഇങ്ങനെ ഇറങ്ങാൻ പാടില്ല എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ പിള്ളേരല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല, ഇറങ്ങൂല്ലോ. അതന്നെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതാണല്ലോ നമ്മള്. കുറെ ഫാമിലീസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഓപ്പൺ ജിമ്മുണ്ട്. പിന്നെ ഇവിടെ ഓപ്പൺ ജിമ്മുണ്ട് കേട്ടോ. പിന്നെന്തുട്ടാ മറ്റേ ഇതിൽ പറഞ്ഞ പോലെ ജസ്റ്റ് ബിഗിനിങ് പറഞ്ഞ പോലെ കഥ തുടങ്ങിയിട്ടുള്ളൂ, ഇനി വരാൻ പോണുള്ളൂ. ഇതിപ്പോ അവര് ഓപ്പൺ ജിം കണ്ട അവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം. നമുക്ക് അങ്ങോട്ട് നടന്നാലോ? അല്ല, ഇതിന്റെ മേലെ കുറഞ്ഞുണ്ടായിരുന്നു, പട്ടണത്തിലും കാണാനല്ലോ. വെള്ളത്തിൽ പോയാ എല്ലാം താഴെ വെള്ളത്തിലുണ്ട്. അപ്പൊ എല്ലാം വെള്ളത്തിലുണ്ട് കേട്ടാ. ജിമ്മിന് വന്നവർക്കൊക്കെ വന്ന് നോക്കാൻ പറ്റുന്ന സ്ഥലമാട്ടോ. ഫ്രീ ആയിട്ട് ജിം, ഓപ്പൺ ജിം. ഇതൊക്കെ എന്തൊക്കെ യൂസ് ചെയ്യണം എങ്ങനെയാണെന്ന് എഴുതി പറയാനുള്ള ഒരാളെങ്കിലും ഉണ്ടായിരുന്നു. എഴുതി വെച്ചിട്ട് പറഞ്ഞില്ല. സിറ്റ് ഓൺ ദ സീറ്റ് ആൻഡ് പ്ലേസ് യുവർ ലെഗ്സ് ഓൺ ദ ഫുട്ട്. ഇതിൻ്റെ ബെനിഫിറ്റ് കണ്ട, സ്ട്രെങ്തൻ യുവർ മസിൽസ് ഗ്രൂപ്പ് തിങ് ലെഗ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കുഴപ്പമില്ല കേട്ടോ, എഴുതി വെച്ചിട്ടൊക്കെ പറ്റും. ഇത് സംഭവം ഡെയിലി ജിമ്മിനൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യും, ഒരു കുഴപ്പമില്ല. അങ്ങനെയല്ല, നന്നായി തിരിയണം. അങ്ങനെ ഇത് നമ്മൾ ഡെയിലി ചെയ്യണവരാണെങ്കിൽ ബോഡി വിലങ്ങട്ടെ. എന്റെ ബോഡി ഇനി എന്നെ കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് സംഭവം കുഴപ്പമില്ല. എല്ലാതും എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എല്ലാതിന്റെ പേരും ഡിസ്പ്ലേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ ജിം ഫ്രീ ആയിട്ട് വന്നിട്ട് ജിമ്മ് ചെയ്ത് പോവാം. അല്ലടാ, ഇവിടെ പിന്നെന്തൊക്കെ ഇനി വരാൻ പോണേ? വെള്ളമുണ്ടെങ്കിൽ അവിടെ വഞ്ചി സെറ്റപ്പാണ്. അപ്പൊ മറ്റേ കൊട്ടവഞ്ചി സെറ്റപ്പുകളൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കൊട്ടവഞ്ചി അതിനിപ്പോ എനിക്ക് അവിടെ തോന്നുന്നില്ല. ഇവിടെ കൊട്ടവഞ്ചി മിക്കതും ഈ ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും വരാൻ പോവാണ്. അതായത് ബോട്ടിങ് എന്നല്ല, കൊട്ടവഞ്ചി തന്നെ അവര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെ ബോട്ടിങ് ഉണ്ടായിരിക്കും ഇപ്പൊ. പക്ഷെ ബോട്ടിങ്ങിനെ കുറിച്ച് നല്ലത് എന്താ ഇതായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്നെ കൊട്ടവഞ്ചിയായിട്ട്. പിന്നെ നമ്മുടെ ഇത് ഒരു മറ്റേ തൂക്കുവാലും സെറ്റപ്പില് ഹാൻഡ് ബ്രിഡ്ജ് ആ സംഭവം വരുന്ന പറയുന്നുണ്ട്. അത് മിക്കതും ആ ഭാഗത്ത്. അല്ല, ഞാൻ അതെവിടെ വരിക? അത് ഈ ഭാഗത്തായിരിക്കും. നമുക്കത് ഇവിടെ വെക്കാം. അവിടെയാണ് അടിപൊളി. അവിടുന്ന് അങ്ങോട്ട് ഒരു തൂക്കുവാലം വെക്കാം. അതൊന്നും അതിന്റെ അല്ല, ഇത് ഞാൻ തമാശക്ക് പറഞ്ഞതല്ല കേട്ടോ. അവര് പറയുന്നുണ്ട്, പ്രൊജക്റ്റിൽ പറയുന്നുണ്ട്. തൂക്കുവാലം, ഈ പറഞ്ഞ കൊട്ടവഞ്ചി, പിന്നെ എന്നിട്ട് ഒരു ചിൽഡ്രൻസ് പാർക്ക്. ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അപ്പൊ ഇതിലിപ്പോ ഓൾറെഡി ചിൽഡ്രൻസ് ഒന്നും ഇതിനുള്ളിൽ കളിക്കുന്നുണ്ടാവും. പിന്നെ വേറെ എക്സ്ട്രാ പാർക്ക് വേണ്ടി വരില്ല.
ഞാൻ പറഞ്ഞത് ഇറങ്ങരുതെന്ന് അവനോട്. അവൻ ഇറങ്ങാൻ പോവാ. അതെ അതെ, ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ നാട്ടുകാർ പറയും നീ നിയമം തെറ്റിച്ചെന്ന് പറയും. ഈ വഴിയാണ് കേട്ടോ കയറി വരിക. അതായത് ആ പാറന്നൂരിന്ന് ഇവിടെ ഒരു ഇതുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നല്ല രസത്തിലവര് വേറെ എന്താ വൃത്തികേടായിട്ടൊന്നും പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും കാണാനില്ല കേട്ടോ. ഇവിടെ ഡ്രമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇതിന്റെ അടിയിൽ മറ്റേ ടോയ്ലറ്റ് സൗകര്യം ഉണ്ട് എന്നാണ് തോന്നുന്നത്. വാച്ച് ടവർ ഇതായിരിക്കുമല്ലോ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ഇതല്ല ഉദ്ദേശിച്ചിട്ടുണ്ടാവും വാച്ച് ടവറിന്ന്. ആ അത് തന്നെയോ. പിന്നെതാ ഇവിടെ ഈ ആ കിടക്കണ കാറ് കണ്ട നീല, അത് കുറച്ച് നേരത്തെ മറ്റേ ഇതിലേക്ക് വീഴണ്ടതായിരുന്നു കേട്ടോ. ആ മരത്തുമ്മ തട്ടി നിന്നുകൊണ്ട് ആള് രക്ഷപ്പെട്ടു. കാരണം ആളത് നേരെ ന്യൂട്രലിട്ടിട്ട് അങ്ങോട്ട് ചാടി ഇറങ്ങി. നേരെ ചാടി ഇറങ്ങി. പക്ഷെ വണ്ടി നേരെ അങ്ങോട്ട് ഇറങ്ങി. അവിടെ ഫ്രണ്ടിൽ കാണുന്ന ചെറിയ മരത്തിൽ തട്ടി നിന്നത് കൊണ്ട് ഇപ്പം ആ വണ്ടി കരയിൽ നിൽക്കണു. പിന്നെ ഈ മരങ്ങൾക്ക് താഴെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, പിന്നെ ഇത് കണ്ട ഇങ്ങനെ കൈവരിയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓരോ പാർട്ടിക്കാരുടെ കൊടികളൊക്കെ ഇവിടെ അവര് വെച്ചിട്ടുണ്ട്. അല്ലേ അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ സ്ഥലത്തിന്റെ വിശേഷങ്ങള്. ഫ്രീ ആയിട്ട് വരിക. വൈകിട്ടുള്ള സമയങ്ങളില് സുഖമായിട്ട് ഇതാ ഇരിക്കാം. കുറെ പേര് മീനൊക്കെ പിടിക്കുന്നുണ്ട്. അവിടെ ചൂണ്ടിയിടുന്നുണ്ട്. പിന്നെ അത് അവിടെയും കുറെ പേര് ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട് കാലിക്ക്. പക്ഷേ ഈ മഴക്കാലം ഇറങ്ങണത് അത്ര സേഫ് അല്ല എന്ന് ഇവിടെ മുൻകൂട്ടി പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഇവിടെ കുറെ അപകടങ്ങളൊക്കെ നടന്നിട്ടുള്ളതാണ്. അതിന് ശേഷമാണ് ആൾക്കാരനെ താഴോട്ട് ഇറക്കാത്തതായത്. അടിപൊളി ചെറിയാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് കണ്ട നല്ല അടിപൊളി നെൽപ്പാടാണ്. പിന്നെ ഇവിടെ ഇനിയിപ്പോൾ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഇനി മറ്റേ കൊട്ടവഞ്ചി നൂൽപ്പാലം എന്താ തൂക്കുപാലം എന്താ സ്ത്രീകരിങ്ങനെ തൂക്കുപാലം, പിന്നെ ചിൽഡ്രൻസ് പാർക്ക്, വാച്ച് ടവർ, അങ്ങനെ കുറെ സാധനങ്ങൾ ഇനി വരാണ്ട്. അപ്പൊ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോഴതിനെക്കാട്ടി കുറേ തിരക്കുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോക്ക് ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ബൈ ബൈ.